ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 26/7/1994 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ചതയമാണ് നക്ഷത്രം, ചതയം 4-ാം പാദം, സ്ത്രീ ജാതകമാണിത്. മിഥുന ലഗ്നം, ലഗ്നത്തിൽ ബുധൻ, 2-ൽ സൂര്യൻ, 3-ൽ ശുക്രൻ, 4 ശൂന്യം, 5-ൽ ഗുരു, രാഹു, 6, 7, 8 ഭാവങ്ങൾ ശൂന്യം, 9-ൽ ഭാഗ്യസ്ഥാനത്ത് ചന്ദ്രൻ, ശനി, ഗുളികൻ, 10 ശൂന്യം, 11-ൽ കേതു, 12-ൽ കുജൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. മിഥുന ലഗ്നം, ലഗ്നത്തിൽ ബുധൻ, ഭദ്രയോഗം. ഇദ്ദേഹത്തിന് ഭദ്രയോഗമുണ്ട്. അതിൻ്റെ എല്ലാ ഗുണഫലങ്ങളും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൽ ചില തടസ്സങ്ങളും ചില കാലതാമസങ്ങളും ഒക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ വിവാഹം പ്രണയവിവാഹമായിരുന്നു. ലഗ്നാൽ 5-ലാണ് രാഹു. 7-ൻ്റെ അധിപനായ ഗ്രഹം 5-ൽ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ രാഹുവിനോടൊപ്പം നിൽക്കുന്നു. ഇത്തരം ആളുകൾക്ക് പൊതുവെ എന്തെങ്കിലും ഈ പറയുന്ന മുൻപരിചയമുള്ളതോ അല്ലെങ്കിൽ നേരത്തെ അറിയുക എന്നൊക്കെ പറയില്ലേ, പ്രണയം, റിലേഷൻ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലുള്ള വിവാഹമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ തന്നെയാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത്. വിവാഹം കഴിച്ചയാൾക്ക് വിദേശത്താണ് ജോലി. അത്യാവശ്യം നല്ല സാലറിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അഭിവൃദ്ധിയും ഐശ്വര്യവും ഒക്കെ കുടുംബത്തിലുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ ലഗ്നാൽ 9-ൽ ഭാഗ്യസ്ഥാനത്ത് അല്ലെങ്കിൽ പിതാവുമായി ബന്ധപ്പെട്ട സ്ഥാനത്ത് ശനിയുടെ ക്ഷേത്രത്തിൽ ശനി, ചന്ദ്രൻ, ഗുളികൻ അങ്ങേയറ്റം മോശമാണ്. ഇത്തരം ആളുകൾക്ക് പൊതുവെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട്. അതായത് ഒരു ക്രൈസിസ് സിറ്റുവേഷൻ നേരിടുന്ന സമയത്ത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് വഴി മുന്നോട്ട് പോകണം, ആരെ കാണണം, ആരെ വിളിക്കണം എന്ന് പറയുന്ന ഒരവസ്ഥയൊക്കെ വലിയ കൺഫ്യൂഷനായിരിക്കും. മനസ്സിലൊരു ഇരുട്ട് പോലെ ഫീൽ ചെയ്യും. അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും. അതിനനുസരിച്ച് ഈ പറയുന്ന പോലെയുള്ള വിഷമങ്ങൾ, ദുഃഖങ്ങൾ പോലെയുള്ള, ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകളൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴുമുണ്ടത്. ഒരു കാര്യം കൂടെ പറയാം, ഇദ്ദേഹം ഒരു തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ള ഒരാളുമാണ്. ലളിതമായ രീതിയിലാണ് എന്നിരുന്നാൽ കൂടെ. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെൻ്റൽ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യാൻ കൃത്യമായിട്ട് അറിയത്തില്ല. എന്ത് വന്നാലും പൊതുവെ കൺഫ്യൂസ്ഡായി, പൊതുവെ അറച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഓവർ തിങ്കിങ് നടത്തി ആ സിറ്റുവേഷനെ ഏറ്റവും മോശമാക്കാൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കും. അതറിയാതെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് മാതാവിൻ്റെയും മനസ്സിൻ്റെയും കാരകനായ ചന്ദ്രനാണ് ഗുളികനോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത്. അതിൽ മറ്റൊരു കാര്യം കൂടുണ്ട്. ഈ ഒരു സ്ഥാനത്തെ വച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ നേരത്തെ മരണപ്പെട്ടു പോയതാണ്. അപ്പോൾ അച്ഛൻ്റെ സ്ഥാനമായിട്ടുള്ള, പിതാവിൻ്റെയും കൂടെ സ്ഥാനമാണ് 9, ഭാഗ്യസ്ഥാനം മാത്രമല്ല, പിതാവിൻ്റെയും കൂടെ സ്ഥാനമായിട്ടുള്ള സ്ഥലത്ത് ശനിപുത്രനായ ഗുളികൻ ചന്ദ്രനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അച്ഛനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുഃഖങ്ങൾക്കോ വിരഹങ്ങൾക്കോ അല്ലെങ്കിൽ വേർപാടുകൾക്കോ ഒക്കെയുള്ള ഒരവസ്ഥ, യോഗം നേരത്തെ താരതമ്യേന ചെറിയ പ്രായത്തിൽ തന്നെ ആ ഒരവസ്ഥ അനുഭവിക്കാൻ ഇടവരുന്ന ഒരു സാഹചര്യം കൂടി ഇത്തരക്കാർക്ക് ഉണ്ട്. എല്ലാവർക്കും അങ്ങനെയാണ് എന്നല്ല. അതിൽ ദശകളിലേക്കും മറ്റു കാര്യങ്ങളും എല്ലാം നോക്കണം, അതിൻ്റെ അപഹാരങ്ങളെല്ലാം നോക്കണം, അതിലേക്ക് വരാം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അമ്മയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയ അസ്വസ്ഥതകളോ അമ്മയ്ക്ക് ചെറിയ അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യവും ചില ദശകളിലുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയുമായി ബന്ധപ്പെട്ടും ഇപ്പം അങ്ങനെയാണ്. അമ്മ ചെറിയ അസുഖങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ ഒക്കെ പോകുന്ന ഒരവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 12-ലാണ് കുജൻ. ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വിവാഹം എന്ന് പറയുന്നത് പ്രണയവിവാഹമായിരുന്നു എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് ആദ്യം മറ്റൊരു റിലേഷൻ ഉണ്ടാവുകയും അതിൽ നിന്നും മാറിയിട്ടാണ് രണ്ടാമതൊരാളെ പ്രണയിക്കേണ്ടതായ സാഹചര്യം ഉണ്ടാവുകയും പ്രണയിക്കുകയും അത് വിവാഹം കഴിക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോഴും
ഈ ആദ്യത്തെ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വേരുകളൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതായിട്ടാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരു അസ്വസ്ഥത, അതായത് ചന്ദ്രനോടൊപ്പം ഗുളികൻ നിൽക്കുന്നു, അവിടെ ശനിയും നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഇടവിട്ട്, അത് സ്വയം കാരണത്താലോ അല്ലെങ്കിൽ പുറത്തുള്ള മറ്റുള്ള എന്തെങ്കിലും കാരണത്താലോ ഒക്കെ അടിക്കടി ഉണ്ടാകുന്ന ഒരവസ്ഥ ഇത്തരം ജാതകമുള്ള ആളുകൾക്ക്, ഇത്തരം ഗ്രഹസ്ഥിതി ഉള്ള ആളുകൾക്ക് സാമാന്യമായി കണ്ടുവരുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജോലി, അതായത് ഇദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ലഗ്നാൽ 10 വ്യാഴം നിൽക്കുന്നത് 5-ൽ രാഹുവിനോട് ചേർന്ന്. അങ്ങനെയുള്ളപ്പോൾ ഇദ്ദേഹം സ്ഥിരമായിട്ടുള്ള ഒരു ജോലിക്ക് പല ആവർത്തി കഠിനാധ്വാനം ചെയ്യുകയും അതിനു വേണ്ടുന്ന പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ജോലി കിട്ടുന്നതെല്ലാം ടെമ്പററി വേക്കൻസികളാണ് കിട്ടാറുള്ളത്. KSEB പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാലത്തേക്ക് ജോലി കിട്ടും. അത് കഴിഞ്ഞ് അവിടുന്ന് അതിൻ്റെ കാലാവധി തീരുമ്പോൾ അവിടുന്ന് ഇറങ്ങും. വീണ്ടും കുറച്ച് കാലം അനിശ്ചിതത്വം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ പോകണം, ഏത് വഴി മുന്നോട്ട് പോകണം, ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും ഒരു ജോലി കിട്ടും. അവിടെയും ഇത് തന്നെ സംഭവിക്കും. ഇപ്പോൾ അടുത്തും ഈ ജോലി നഷ്ടപ്പെടുകയുണ്ടായി. എന്ന് വെച്ചാൽ അതിൻ്റെ കാലാവധി തീർന്നു, അത് നഷ്ടമെന്ന് പറയാൻ പറ്റില്ല. ആ കാലാവധി പറഞ്ഞിട്ടാണല്ലോ ടെമ്പററി വേക്കൻസിയുള്ള ആളുകളെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ആ കാലാവധി തീരുമ്പോൾ ആ ജോലിയും പോകുന്നു. സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സാണത് സർക്കാരുമായി ബന്ധപ്പെട്ടിട്ട്. ഇദ്ദേഹം വീണ്ടും ജോലികൾക്കായിട്ടും അല്ലെങ്കിൽ സർക്കാർ ജോലിക്ക് വേണ്ടി തന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നത് നല്ലത് തന്നെ, പ്രായോഗികമായി നല്ലത് തന്നെ. പക്ഷേ ഇത്തരമൊരവസ്ഥ അവിടെയും ഉണ്ടാകാം. എന്തെങ്കിലും കാരണത്താലോ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഈ പറയുന്ന സ്വന്തം കാരണത്താലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ അല്ലെങ്കിൽ ഈ പറയുന്ന നിയമവുമായി ബന്ധപ്പെട്ടിട്ട്, റൂളുമായി ബന്ധപ്പെട്ട് കാലാവധി എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറപ്പെടുകയും അല്ലെങ്കിൽ മാറ്റപ്പെടുകയും പിന്നീട് ഒരു അനിശ്ചിതത്വം ഉണ്ടാവുകയും അതിനുശേഷം വീണ്ടും എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ലഭിക്കുന്ന ഒരവസ്ഥയിലൂടെ ആയിരിക്കും ഇദ്ദേഹം അധികവും കടന്നു പോകുക അല്ലെങ്കിൽ പോയിട്ടുള്ളത്. ഇനി ഇദ്ദേഹത്തിൻ്റെ സന്താന സ്ഥാനം 1, 2, 3, 4, 5 5-ാം ഭാവത്തിൽ 10-ാം ഭാവാധിപനായ വ്യാഴവും ഒപ്പം രാഹുവും മോശമാണ്. പൊതുവേ ഗുരുചണ്ഡാള യോഗം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇത്തരം ജാതക അവസ്ഥ, ഗ്രഹനില അവസ്ഥ ഉള്ള ആളുകൾക്കാണ് അതിനെ അങ്ങനെ പറയുന്നത്. 5-ാം ഭാവാധിപൻ ശുക്രൻ ശത്രുവായിട്ടുള്ള സൂര്യൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ 5-ൽ ഗുരു രാഹു. ഇത്തരക്കാർക്ക് സന്താനങ്ങളെ കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ദുഃഖമോ വിഷമമോ സന്താനങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, കുട്ടിക്കാലം തൊട്ട് തന്നെ ഒരു പൊതുവെ രക്ഷിതാക്കൾക്ക് തലവേദനയായിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന ഇദ്ദേഹത്തിന് 2 കുട്ടികളാണ്. അതിലൊരു കുട്ടി ഹെൽത്ത് ഇഷ്യൂസ്, അല്പം ഗൗരവതരമായ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു കുട്ടിയാണ്. അതുമായി ബന്ധപ്പെട്ട് ആശുപത്രിവാസം അല്ലെങ്കിൽ ആശുപത്രി സന്ദർശനം, വൈദ്യസഹായം തേടുക എന്നതൊക്കെ ഒട്ടുമിക്ക എല്ലാ ആഴ്ചകളിലും തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇത്തരം ജാതകമുള്ള ആളുകൾക്കാണ് അത്തരമൊരവസ്ഥ വരുന്നത്. അതായത് 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹത്തോടൊപ്പം രാഹു, ഗുളികൻ, കേതു പോലെയുള്ള അല്ലെങ്കിൽ നീചമായ ശനി പോലെയുള്ള അവസ്ഥകളൊക്കെ ഗ്രഹനിലയിൽ വന്നു കഴിഞ്ഞാൽ അത്തരക്കാർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇദ്ദേഹത്തിന് ആദ്യം ഒരു കുട്ടി ഉണ്ടായി, അത് ആൺകുട്ടിയാണ്, ആരോഗ്യവാനാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ രണ്ടാമതൊരു കുട്ടി എന്ന് പറയുന്നൊരവസ്ഥ ചിന്തിച്ചപ്പോഴാണ് ഈ പറയുന്ന നെഗറ്റീവ് അവിടെ ബാധകമായത്. അത് ആദ്യത്തെ കുട്ടിയിൽ തന്നെ നിന്നിരുന്നു അല്ലെങ്കിൽ നിർത്തിയിരുന്നുവെങ്കിൽ ഈ പറയുന്ന അവസ്ഥ ഒരു പക്ഷേ ചെറിയ രീതിയിലൊക്കെ ബാധിക്കാം, അല്ലെങ്കിൽ അതുണ്ടാവുകയില്ല എന്നുള്ള രീതിയിൽ പോയേനെ. പക്ഷേ രണ്ടാമത്തെ ഒരു കുഞ്ഞും കൂടി ആയ സമയത്ത് ആ കുഞ്ഞ് ജനിച്ച ഇദ്ദേഹത്തിൻ്റെ സമയവും കൂടെ വച്ച് അത് മോശമായിരുന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ ദശകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം രാഹുദശയിലായിരുന്നു ജനിച്ചത്. 26/7/94 തൊട്ട് 98 ഫെബ്രുവരി 26-ാം തീയതി വരെ രാഹുദശ, അതിനുശേഷം വ്യാഴദശ 2014 വരെ, അതിനുശേഷം ശനിദശ 2033 വരെ, അതിനുശേഷം ബുധൻ 2050 വരെ, അതിനുശേഷം കേതു 7 കൊല്ലം 2057 വരെ, അതിനുശേഷം ശുക്രൻ 20 വർഷം 2077 വരെ, അതിനുശേഷം രവി, ചന്ദ്രൻ, കുജൻ, രാഹു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ, അതിലെ അപഹാരം എന്ന് പറയുന്നത് ശനിയിൽ ചന്ദ്രനാണ്. ശനിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചന്ദ്രൻ, ഗുളികനോടൊപ്പം നിൽക്കുന്ന ചന്ദ്രൻ, ഭാഗ്യസ്ഥാനത്ത് ഗുളികനോടൊപ്പം നിൽക്കുന്ന ചന്ദ്രൻ്റെ അപഹാരം 30/1/2025. അതായത് ഇനിയിപ്പോൾ അത് വരാൻ പോകുന്ന ഒരു
സമയമാണത്. 30/1/2025 തൊട്ട് 31/8/2026 വരെ. ഇത് നടപ്പ് ദശ തൊട്ട് മുന്നത്തെ ഈ പറയുന്ന ശനിദശയുടെ സൂര്യൻ്റെ അപഹാരം കഴിഞ്ഞിട്ടാണ് ചന്ദ്രൻ്റെ അപഹാരം. ഈ പറയുന്ന 2025-30 തൊട്ട് ഉള്ള ഒരു സമയമെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതോ അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ടതോ ഒക്കെ ആയിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് ഇദ്ദേഹം കടന്നു പോകുക. കാരണം ചന്ദ്രൻ നിൽക്കുന്നത് വളരെ മോശമായിട്ടാണ്. ശനി, ഗുളികൻ, ഇത് രണ്ടും നല്ലതല്ല. അതുപോലെ തന്നെ ഇദ്ദേഹം സൂയിസൈഡ് അറ്റംപ്റ്റ് ആത്മഹത്യാശ്രമം ഒരിക്കൽ കാണിച്ചു എന്ന് പറഞ്ഞല്ലോ. അത് 26/2/2014 തൊട്ട് തുടങ്ങുന്ന ശനിദശ. നിർഭാഗ്യവശാൽ അത് ആ ദിവസം തന്നെയായിരുന്നു. ശനിദശയിൽ സ്വാപഹാരം നടക്കുന്ന ശനിദശ തുടങ്ങിയ ആ ദിവസം തന്നെയായിരുന്നു. അത് കോയിൻസിഡൻ്റലായി സംഭവിച്ചു പോയതാണ്. തീർത്തും യാദൃശ്ചികമായി സംഭവിച്ചു പോയതാണ്. അല്ലാതെ എല്ലാവരും ശനിദശ തുടങ്ങുന്നതിൻ്റെ അന്ന് രാവിലെ ആത്മഹത്യാശ്രമം നടത്തുമെന്നൊന്നും ഒരിക്കലും ഇതിനർത്ഥമില്ല. അത് അദ്ദേഹത്തിൻ്റെ അന്നത്തെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ വച്ച് സംഭവിച്ചു പോയതാണ്. പൊതുവെ ശനിയിൽ ഗുളികനോടൊപ്പം, ശനിപുത്രനായ ഗുളികനോടൊപ്പം ഒക്കെ നിൽക്കുന്ന ശനിദശയുടെ സ്വാപഹാരം എന്ന് പറയുന്നത് അങ്ങേയറ്റം മോശമായിരിക്കും. ഇദ്ദേഹത്തിനും അങ്ങനെ തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കുട്ടി എന്ന് പറയുന്ന അവസ്ഥ ഈ പറയുന്ന ശനിദശയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിലെ അല്പം മോശം ഒരു അപഹാരത്തിൽ തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെയും ജനനം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇത്തരം ആളുകൾക്ക് 5-ൽ രാഹുവിനോടൊപ്പം ഈ പറയുന്ന വ്യാഴം നിൽക്കുന്നൊരവസ്ഥ, അതുപോലെ 5-ൽ സന്താന സ്ഥാനത്ത്, മനസ്സിൻ്റെ സ്ഥാനത്ത് രാഹു എന്നൊക്കെ പറയുന്ന അവസ്ഥ. നല്ല ധൈര്യമുള്ള ആളാണ്, നല്ല ധൈര്യം. 5-ൽ രാഹു നല്ല ധൈര്യമൊക്കെ കൊടുക്കും, പക്ഷേ ടെൻഷൻസ് കൊടുക്കും. അതുപോലെ തന്നെ ഈ ചന്ദ്രൻ ഗുളികനോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് ഇറിറ്റേഷൻസ് കൊടുക്കും. നേരത്തെ പറഞ്ഞ ചില ആളുകൾ സംസാരിക്കുമ്പോൾ കേട്ടിട്ടില്ലേ, എൻ്റെ മൈൻഡ് ഇപ്പോൾ പുകയാണ്, അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് പറയുക. ഇത്തരം ആളുകൾക്കാണ് ചന്ദ്രൻ ഗുളികനോടൊപ്പം അല്ലെങ്കിൽ ശനിയോടൊപ്പം ഒക്കെ നിൽക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ചും ഗുളികൻ. ചന്ദ്രൻ ഗുളികനോടൊപ്പമോ അല്ലെങ്കിൽ രാഹുവിനോടൊപ്പമോ കേതുവിനോടൊപ്പമോ ഒക്കെ ഏതൊരാളുടെ ഗ്രഹസ്ഥിതിയിൽ നിന്ന് വന്നാലും അത് അങ്ങേയറ്റം മോശമാണ്. മനസ്സുമായി ബന്ധപ്പെട്ട് വിഷമതകൾ അനുഭവിച്ചേ തീരൂ. ഒരുപക്ഷെ അതിന് ഒരു കാരണവും ഉണ്ടാവില്ല. ഓവർ തിങ്കിങ് ആയിരിക്കാം പ്രധാന കാരണം, അല്ലെങ്കിൽ ചെറിയ സാഹചര്യങ്ങളെ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കുന്നതുമാവാം. ഇത്തരം ജാതകമുള്ള ആളുകൾക്ക് അത്തരം അവസ്ഥകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്രയുമൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.